നമസ്കാരം. ഇന്ന് ഒരു ഹിന്ദുവിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യവും പ്രസക്തമല്ല. കാരണം നമുക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണല്ലോ. നമ്മളുടെ അടിസ്ഥാന ഗ്രന്ഥം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ വായിലും വരുന്നത് ഭഗവത്ഗീത. കാരണം നമുക്കൊരെണ്ണം വേണം എന്ന് തോന്നിക്കഴിഞ്ഞു. കാരണം മറ്റുള്ള മതങ്ങളിലെല്ലാം തന്നെ ഒരൊറ്റ പുസ്തകത്തിൻ്റെ പേരിൽ ഒരു റൂളിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ അതിനെ താരതമ്യം ചെയ്ത് നമുക്കൊരു പുസ്തകത്തിൻ്റെ പേര് പറയണമല്ലോ എന്നുള്ള ഒരു വിഷയം വന്നപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിനകത്ത് കാലക്രമേണ കുത്തിക്കയറ്റിയ ഒരു വിഷയമാണ്. ഇല്ലെങ്കിൽ നമുക്ക് ആ പുസ്തകത്തിൻ്റെ പേര് ഭഗവത്ഗീത എന്നുള്ളതാണ്, ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം. അതിനുശേഷം കാലക്രമേണ നമുക്ക് വന്ന ചേഞ്ചസ് എല്ലാം, അതായത് സിനിമകൾ വന്നു, ഇന്ന് യൂട്യൂബ് ഉണ്ട്, എല്ലാ സ്ഥലത്തും ഇതിനെ പ്രതിപാദിക്കുമ്പോൾ ഭഗവത്ഗീത എന്നുള്ള ഒരു വാക്യത്തിനെ ഇല്ലെങ്കിൽ ആ പുസ്തകത്തിനെ നമ്മുടെ മണ്ടയ്ക്കകത്ത് കയറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതാണ് എന്നുള്ളത് പതിഞ്ഞു കഴിഞ്ഞു, മനുഷ്യ മനസ്സുകളിൽ പതിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഈ അടിസ്ഥാന ഗ്രന്ഥം എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഗ്രന്ഥങ്ങൾ എന്ന് പറയാം, നമുക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം മൂലം, റൂട്ട്, വേര് വേദങ്ങളാണ്. അപ്പോൾ ഹിന്ദു സംസ്കാരം സനാതന ധർമ്മം എന്ന് പറയും. അപ്പോൾ ഇത് ഒരു പുസ്തകത്തിൻ്റെ പുറകെ ഇല്ലെങ്കിൽ ഒരു ആചാര്യൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല. നമുക്ക് ഒരുപാട് ആചാര്യൻ വേണം. അങ്ങനെ ഒരുപാട് ഋഷികൾ പല ശാസ്ത്രങ്ങളിലൂടെ അറിവുകൾ നമുക്ക് പകർന്നു തന്നു. അതിനെ ഒരു ജീവിതചര്യയാക്കി അതിനെ നാം സനാതന ധർമ്മം എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ഹിന്ദുയിസം ഈസ് എ വേ ഓഫ് ലൈഫ്, നോട്ട് എ റിലീജിയൻ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ജീവിതചര്യയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു വിഷയം ഒരു പുസ്തകത്തിലൂടെ ഒരാളുടെ അഭിപ്രായത്തെ മാനിച്ച് മുന്നോട്ട് പോകാൻ പ്രയാസമുണ്ടാവാം. പല രീതിക്ക് പല ചിന്തകളുണ്ടാവാം. അങ്ങനെ നിറയെ പെർസെപ്ഷൻ ഫോമായി. ഏവർക്കും അറിയാം ഷഡ്ദർശനങ്ങൾ: യോഗം, സാഖ്യം, ന്യായം, വൈശേഷികം, പൂർവമീമാംസ, ഉത്തരമീമാംസ എന്നിങ്ങനെ ഷഡ് ദർശനങ്ങളാണ്. നമ്മൾ ദർശിക്കുകയാണ്, ജീവിതത്തെ ദർശിക്കുകയാണ്. നമ്മൾ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ഏത്തിസ്റ്റായ നിരീശ്വര വിശ്വാസത്തിലൂടെ പിന്തുടർന്ന ചാർവാകന്മാർ, അത് തന്നെ ഒരു ഗ്രൂപ്പുണ്ട്, അവരെയും ഋഷികളുടെ സ്ഥാനത്തിൽ അങ്ങനെ ഒരു പെർസെപ്ഷൻ ഉണ്ടല്ലോ എന്ന് കരുതി അവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാം യഥാർത്ഥത്തിൽ വസുധൈവ കുടുംബകം എന്ന് തന്നെയാണ് നാം പറഞ്ഞു പോരുന്നത്. അപ്പോൾ ഈ അടിസ്ഥാന ഗ്രന്ഥത്തിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ഏവരും ഇനി ചോദ്യം വന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് വേദങ്ങൾ എന്നായിരിക്കണം ഉത്തരം. വേദങ്ങൾ, അതിനെ നാം മനസ്സിലേക്ക് ഉറപ്പിച്ച് പോകുമ്പോൾ അതെന്താണ് എന്ന് നോക്കുവാനുള്ള ഒരു സാഹചര്യം വരും, ഇല്ലെങ്കിൽ തോന്നൽ വരും. സാഹചര്യം വരുമ്പോൾ നാം അതിനെ നോക്കും, അത് പഠിക്കും, അങ്ങനെ അത് നിലനിർത്തി പോരുവാൻ സഹായിക്കും. അപ്പോൾ വേദങ്ങളിൽ നിന്ന് ധർമ്മശാസ്ത്രങ്ങൾ, ഇതിഹാസ പുരാണാദികളൊക്കെ ഉണ്ട് ആ വേദങ്ങളെ മനസ്സിലാക്കുവാനായിട്ട്. അതിൽ പ്രസ്ഥാനത്രയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ ഭഗവത്ഗീത മനുഷ്യരിലേക്ക് എത്തി, നാം അതിനെയും പഠിച്ചു. പക്ഷേ ഭഗവത്ഗീതയുടെ റൂട്ട് എന്ത് എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ അത് വേദങ്ങൾ തന്നെയാണ്. അപ്പോൾ ഭഗവത്ഗീത ആണ് ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം എന്നുള്ള ഒരു ചിന്ത മാറ്റുക. അതും അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഉൾപ്പെടും. ഇല്ലെങ്കിൽ നമുക്കെല്ലാം ശാസ്ത്രങ്ങളാണ്, ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട്. പക്ഷേ മൂലം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേദങ്ങളാണ്. ഏവർക്കും അറിയാം, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവണവേദം എന്നിങ്ങനെയുണ്ട്. അപ്പോൾ വേദങ്ങളിലേക്ക് നാം പോയാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കും. ഭഗവത്ഗീത വേദസാരത്തെ കാണിച്ചു തരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഒരു പുസ്തകം മാത്രമല്ല, നമുക്ക് ആയിരക്കണക്കിന് ഋഷികളുണ്ട്, ആചാര്യന്മാരുണ്ട്. അവരെല്ലാം തന്നെ ഈ ശാസ്ത്രങ്ങളെ നമ്മളിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അതെവിടെയുണ്ട് എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഈ കാലഘട്ടത്ത് ഇന്ന് സയൻസ് ആൻഡ് ടെക്നോളജി നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അത്
ഗൂഗിളിൽ പോയിട്ട് archive.org എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഇതുപോലെയുള്ള ഗ്രന്ഥങ്ങളെല്ലാം തന്നെ ഡൗൺലോഡ് ചെയ്യുവാൻ സഹായിക്കും. അവിടെ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളത്, ഏതൊക്കെ ശാസ്ത്ര ഗ്രന്ഥങ്ങളാണുള്ളത്. പല ലാംഗ്വേജസിലും അതുണ്ട്. അങ്ങനെ ഈ archive.org പോയിട്ട് ഏവരും ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. പഴയ സംസ്കൃതത്തിലുള്ളത് ഇല്ലെങ്കിൽ മലയാളത്തിലുള്ളത്, അടിസ്ഥാന ഗ്രന്ഥങ്ങൾ, വേദങ്ങൾ, ധർമ്മശാസ്ത്രം എന്നിങ്ങനെ കീ വേർഡ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏവർക്കും ഡൗൺലോഡ് ചെയ്ത് വായിക്കുവാനേ ഉള്ളൂ. ഏവർക്കും നിഷ്പ്രയാസം സാധിക്കും എന്നുള്ളതിൽ തർക്കമില്ല. അപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിച്ച ഒരു വിഷയം, ഹിന്ദുവിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന ചോദ്യത്തിന് ഉത്തരം വേദങ്ങളാണ്. ഭഗവത്ഗീത എന്നുള്ള ഒരു ഒറ്റ ഗ്രന്ഥത്തിൽ ഒതുക്കരുത് എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ പറയുവാൻ ശ്രമിച്ചത്. നമസ്കാരം.